ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരുപാട് ഓൺലൈൻ മീറ്റിങ്ങുകളും സെമിനാറുകളും ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓഫ്ലൈനിൽ പരിപാടികൾ നടക്കാത്ത ഈ അവസരത്തിൽ ഓൺലൈൻ പരിപാടികളുടെ തിരക്കിലാണ് നമ്മൾ. ഗൂഗിൾ മീറ്റിലൂടെ ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ പരിപാടികൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ അവസരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പരിപാടികളിൽ പങ്കെടുക്കുക? ഒരു ഡിവൈസിൽ നിന്ന് തന്നെ, ഒരു ഫോണിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ മീറ്റിംഗുകൾ എങ്ങനെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുക? നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഈ കാര്യം? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫോണിൽ നിന്ന് തന്നെ എങ്ങനെ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ മീറ്റുകൾ അറ്റൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ രണ്ട് മീറ്റിംഗുകൾ ഒരേ സമയം അറ്റൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പോവുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ രണ്ട് പ്രൊഫൈലുകളിൽ നിന്നായി രണ്ട് മീറ്റിംഗ് ലിങ്കുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇവിടെ കാണാം, ഒരു മീറ്റിംഗ് ലിങ്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ലിങ്ക് ഇവിടെയുണ്ട്. ഈ രണ്ട് മീറ്റിംഗ് ലിങ്കുകൾ എങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനായി നമുക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം ഉറപ്പുവരുത്താനുണ്ട്. അതിനായി നമുക്ക് നമ്മളുടെ ഗൂഗിൾ മീറ്റ് ഇവിടെയുണ്ട്. ഈ ഗൂഗിൾ മീറ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. തുറക്കരുത്, പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പൊ നമുക്ക് മൂന്ന് ഓപ്ഷനുകൾ അവിടെ കാണാം. അൺഇൻസ്റ്റാൾ, ആപ്പ് ഇൻഫോ, എഡിറ്റ് ഹോം സ്ക്രീൻ, അങ്ങനെ മൂന്നെണ്ണം കാണാം. ഇവിടെയുള്ള ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കുറേയേറെ ഫംഗ്ഷനുകൾ അവിടെ കാണാം. ബാറ്ററി ലൈഫ്, ഡാറ്റ യൂസ്, നോട്ടിഫിക്കേഷൻ, പെർമിഷൻസ്, ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നൊക്കെ കാണാം. അപ്പൊ നമുക്കിപ്പോ പോകേണ്ടത് ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ്. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഓപ്പൺ ദ സപ്പോർട്ടഡ് ലിങ്ക് ഇൻ എൻ ആപ്പ്, സപ്പോർട്ടഡ് ലിങ്ക്സ് എന്നീ രണ്ടെണ്ണം കാണാം. ഇതില് ഓപ്പൺ ദ സപ്പോർട്ടഡ് ലിങ്ക് ഇൻ എൻ ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ താഴെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാണ്. എലൗ, ഫോർബിഡ്, ഓൾവേസ് ആസ്ക്. ഇതിനകത്ത് നമുക്ക് എലൗ ആയിരിക്കും സ്വാഭാവികമായി ടിക്ക് ഉണ്ടാവുക. ഞാനിവിടെ ഓൾവേസ് ആസ്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഓൾവേസ് ആസ്ക് ടിക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളുടെ മീറ്റിംഗ് ലിങ്കിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മളുടെ ഫോണിൽ നമ്മുടെ തന്നെ രണ്ട് ജിമെയിൽ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ജിമെയിലുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ രണ്ടെണ്ണം ഏറ്റവും ചുരുങ്ങിയതുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാലാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പോൾ നമ്മൾ വീണ്ടും വാട്സാപ്പിലേക്ക് പോവുകയാണ്. വാട്സാപ്പിലെ ഒന്നാമത്തെ ലിങ്ക് നമുക്ക് തുറക്കാം. അത് സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏത് വഴിയാണ് ഇത് തുറക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് കൊടുത്തു. എന്നിട്ട് ഒരു ജിമെയിൽ അഡ്രസ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ ജിമെയിൽ അഡ്രസ്സാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മളുടെ മീറ്റ് തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറയും അതുപോലെ തന്നെ സൗണ്ടും ഓഫ് ചെയ്തു. ഇനി ആസ്ക് ടു ജോയിൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പെർമിഷൻ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ നമ്മളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മീറ്റിങ്ങിനകത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മീറ്റിംഗിലൂടെ കയറണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും വാട്സപ്പ് തുറക്കാം. രണ്ടാമത്തെ ഐഡിയിലേക്ക് പോകാം. രണ്ടാമത്തെ ഐഡി ഇവിടെയാണുള്ളത്. ഈ ഐഡിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മോട് ചോദിക്കും എവിടെ നിന്നാണ് ഇത് തുറക്കേണ്ടത് എന്ന്. ഗൂഗിൾ മീറ്റിൽ നിന്ന് നമ്മൾ ഓൾറെഡി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജിമെയിലിൽ നിന്നും ഇത് തുറക്കാം. അപ്പൊ ജിമെയിലിൽ ഏത് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് തുറക്കേണ്ടത് എന്ന് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ എന്തായാലും വേണം. എനിക്കിവിടെ കുറേ അക്കൗണ്ടുകളുണ്ട്. അപ്പൊ ഞാൻ വേറൊരു അക്കൗണ്ട് ഉപയോഗിച്ച് തുറക്കുകയാണ്. അപ്പൊ നമ്മോട് ഈ മൈക്കും ഇതൊക്കെ ഓഫ് ആയിരിക്കും ഉണ്ടാവുക. ആസ്ക് ടു ജോയിൻ കൊടുക്കും. അപ്പൊ പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. അതും നമുക്ക് പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്.
ഇപ്പൊ നമ്മൾ 2 മീറ്റിംഗിലും ഒരേ സമയം കയറിയിരിക്കുകയാണ്. നമുക്ക് 2 മീറ്റിംഗും കേൾക്കുകയും കാണുകയും ഒക്കെ തന്നെ ചെയ്യാം. ശബ്ദം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്ന് നമുക്ക് കേട്ടാൽ മാത്രം മതിയെങ്കിൽ അത് വെക്കുകയും മറ്റത് കാണുകയും ചെയ്യാം. ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ തന്നെ ഒന്നിൽ കൂടുതൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ നമുക്ക് കാണാം 2 മീറ്റിങ്ങുകളിലും വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. വീഡിയോ കാണുന്നുണ്ട് 2ലും. അപ്പൊ ഇനി ആ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.